CPIയുടെ എതിർപ്പ് അവഗണിച്ച് PMC പദ്ധതി നടപ്പാക്കാൻ ഉറയ്ക്കുകയാണ് സർക്കാർ. അതൃപ്തി പരിഗണിച്ച് പദ്ധതി ഉപേക്ഷിക്കേണ്ടെന്നാണ് തീരുമാനം. അതേസമയം CPI ഉഭയകക്ഷി ചർച്ച വൈകുന്നു എന്ന് തോന്നുന്നു. LDF യോഗം വിളിക്കാൻ തീരുമാനിച്ചെങ്കിലും തീയതിയുടെ കാര്യത്തിൽ തീരുമാനമായില്ല. CPI പരസ്യ വിമർശനം ഉന്നയിക്കുന്നതിൽ CPM നേതാക്കൾക്കുള്ള അതൃപ്തിയാണ് ചർച്ച നീണ്ടുപോകാൻ കാരണമെന്നാണ് സൂചന. റഹീസ് റഷീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. റഹീസ് റഷീദ്, PMC പദ്ധതിയിൽ CPI ഒരു വഴിക്കും CPM മറ്റൊരു വഴിക്കുമാണ്. ഇതിൽ ആര് പെരുവഴിയിലാവൂ എന്നുള്ളതാണ് ചോദ്യം. നിലവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് CPIയുടെ എതിർപ്പ് മറികടന്ന് CPM ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും. പരമാവധി ഒരു ചർച്ച, അത് പേരിന് വേണ്ടി ഒരു ചർച്ച. ആ ചർച്ചയിൽ CPIയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. 1466 കോടി രൂപ നഷ്ടപ്പെടുത്തണോ അതല്ല മസിൽ പിടിച്ച് നിൽക്കണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPM മറുപടി നൽകേണ്ടി വരും. അപ്പോൾ ബോധ്യപ്പെടുത്തി നടപ്പിലാക്കാനാണ് നീക്കം. പക്ഷേ ചർച്ചയുടെ സമയമൊന്നും ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ആര് പെരുവഴിയിലാകും എന്ന ചോദ്യത്തിന് ഇതിനകം തന്നെ ഉത്തരമുണ്ട്. CPI ആയിരിക്കും. കഴിഞ്ഞ പല വിഷയങ്ങളും അവർ ഉയർത്തിയിട്ട് പെരുവഴിയിൽ ആയിട്ടുണ്ട്. ഇത് കണ്ടോണ്ടിരിക്കുന്നത് CPI നെഞ്ചിലാണ് കൊന്നത്, നെഞ്ചിലാണ് തട്ടിയത്. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞത് സത്യമാണെങ്കിലും. അല്ല, ഉള്ളത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അരുൺ. നമുക്കിതിനു മുമ്പ് ബ്രൂവറി അടക്കമുള്ള വിഷയത്തിൽ അവരെടുത്ത നിലപാടും പിന്നീട് എന്തുണ്ടായെന്നും നമ്മുടെ മുമ്പിലുള്ളതല്ല. ഇന്നലെ മിനിങ്ങാന്ന് ഏകജാലക സംവിധാനത്തിൽ വരെ അതെത്തി. ഇതിനകത്ത് CPIക്കുള്ള ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അവർ സീരിയസ് ആയി ഒരു വിഷയം ഉന്നയിച്ചിട്ട് അത് അവഗണിക്കുകയാണ്. രണ്ട് തരത്തിൽ ഉന്നയിച്ചു. ഒന്ന്, ഇടതു മുന്നണി നേതാക്കളെ TP രാമകൃഷ്ണനോട് എതിർപ്പ് പറഞ്ഞു, അത് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ എപ്പോൾ യോഗം വിളിക്കാമെന്ന് തീരുമാനമായില്ല. ഇന്നലെ അജണ്ടയിൽ ഇല്ലാഞ്ഞിട്ട് പോലും കെ രാജൻ പാർട്ടി തീരുമാനപ്രകാരം ഇതിലെ ഒരു എതിർപ്പ് മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു. പക്ഷേ ആ യോഗത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിയോ V ശിവൻകുട്ടിയോ അതിനൊരു മറുപടി പറയാൻ പോലും തയ്യാറായില്ല എന്നത് CPIയെ സംബന്ധിച്ച് പ്രതിസന്ധിയിലാക്കുന്നു. CPIM നേതൃത്വമാണെങ്കിൽ പറയുന്നത് ഇത് ഒരു പ്രതിപക്ഷം പറയുന്നതിനേക്കാൾ വലിയ പ്രതിപക്ഷമായി ബിനോയ് വിശ്വവും മറ്റും മാറുമ്പോൾ ചർച്ചയൊക്കെ ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കണോ എന്നത് ഞങ്ങൾ ഒന്നുകൂടി ആലോചിക്കട്ടെ എന്ന നിലപാടിലേക്ക് അവർ എത്തുന്നു. എന്തായാലും രണ്ടുപേരും രണ്ട് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. ഈ പദ്ധതിയിൽ ഒപ്പിടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് CPIയുടെ സമ്മതം കൊണ്ടാണോ അതല്ലാതെ അവരുടെ എതിർപ്പ് മറികടന്നാണോ എന്ന് മാത്രമേ അറിയാൻ സാധിക്കൂ. CPM ചർച്ച വെക്കുമ്പോൾ തന്നെ അവർ തീരുമാനിച്ചത് ഒരു ചർച്ച നടത്തി അവരുമായി സംസാരിച്ചു, അതിനുശേഷം അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി എന്ന് മാധ്യമങ്ങളോട് മറ്റും പറഞ്ഞു ഒപ്പിട്ട് പോയാൽ CPIക്ക് വലിയ ക്ഷീണമുണ്ടാകില്ല എന്നോർത്ത് ചർച്ച നടത്താൻ തീരുമാനിച്ചു എന്നാണ് അവർ പറയുന്നത്. അതുപോലും ഇപ്പോൾ അവർ തയ്യാറല്ല എന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. തീയതിയൊന്നും തീരുമാനിച്ചിട്ടില്ല. തീയതി തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇനി എന്താ നടക്കുക? ഉഭയകക്ഷി ചർച്ചയില്ലാതെ ഇത് നടപ്പിലാക്കാൻ പറ്റുമോ? ദിവസങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. എന്തായാലും PMC പദ്ധതിയിൽ ഒപ്പിടാൻ സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്.